നമസ്കാരം, ക്രാഫ്റ്റഡ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനന്യ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 3 കളർ പേപ്പറും വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഡേ ബാഡ്ജാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബാഡ്ജാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ 3 കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ, പിന്നെ ഒരു ബ്ലൂ കളർ പേപ്പർ, പിന്നെ കത്രിക, ഗം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഈ 2 പേപ്പർ, അതായത് ഓറഞ്ചും പച്ചയും, ഈ 2 പേപ്പറിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ വീതം നീളവും വീതിയും വരുന്ന ഓരോരോ പീസസ് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ഈ വെള്ള പേപ്പറിൽ നിന്ന് അതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വിഷറിയാക്കുന്നത് പോലെ ഉണ്ടാക്കണം. അതായത് ഇതാ ഇങ്ങനെ മടക്കി, പിന്നെ തിരിച്ച് മടക്കി, ഇങ്ങനെ ഈ എല്ലാ പീസും ഉണ്ടാക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ 2ആയിട്ട് മടക്കണം. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ വിഷറി പോലെ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഇങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കേണ്ടത്, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ ബാഡ്ജ് ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ചെറിയൊരു ഭാഗം തീർന്നു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് നീല കളർ ഒട്ടിക്കണം. അതിന് ഞാൻ ഈ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നീളവും വീതിയും 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ 2 സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി അത് ചെയ്യാം. അപ്പോൾ ഇതും നമുക്കിനി നേരത്തെ ചെയ്ത പോലെ തന്നെ വിഷറിയായിട്ട് മടക്കി ഒട്ടിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ 2 മടക്കിയിട്ടുണ്ട്. ഈ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കും. ഇവിടെ ഞാൻ ഇപ്പോൾ ആ നീല കളർ ചുരുട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഒരു വെള്ള കളർ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഷേപ്പൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അത് ഒട്ടിച്ചു. ഇനി ഇതാണ് ഈ ഒരു പേപ്പർ എന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെള്ള പേപ്പർ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് സാധനം കൂടെ ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ 3 പേപ്പറിൽ നിന്നും, നമ്മൾ നേരത്തെ ആദ്യം എടുത്ത 3 പേപ്പർ ഉണ്ടല്ലോ, ആ 3 പേപ്പറിൽ നിന്നും നീളം 6 സെൻറ്റിമീറ്ററും വീതി 2 സെൻറ്റിമീറ്ററും വെച്ച് ചെറിയ സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. നമുക്കത് ചെയ്യാം. അപ്പം നമ്മൾ ഈ 3 സ്ട്രിപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വെള്ള ചെറിയൊരു, അങ്ങനെ അളവൊന്നുമില്ല, ചെറിയൊരു സ്ക്വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ള സ്ക്വയറിനകത്താണ് നമ്മൾ ഈ പേപ്പർ ഒട്ടിക്കാൻ പോകുന്നത്. ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഓക്കെ, ഒട്ടിക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഈ 3 പീസും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. ഞാൻ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചില്ല. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഒട്ടിക്കാഞ്ഞത്. നമുക്കിനി ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബാഡ്ജ് റെഡിയാണ്. ഇനി നമുക്ക് ഈ നടുക്ക് ഒന്നുകിൽ മുത്ത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു വെള്ള പേപ്പർ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വെള്ള പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. ഞാൻ ഒരു കുഞ്ഞി വെള്ള സർക്കിൾ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബാഡ്ജ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ബാഡ്ജ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി ഞാൻ എത്തുന്നവരെ ബൈ.